സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചികിത്സ, വിദ്യാഭ്യാസം, വിവാഹം എന്നിവയ്ക്കുള്ള ധനസഹായങ്ങൾ ഇരട്ടിയാക്കി മുന്നോട്ട് വെച്ച പദ്ധതികൾ സർക്കാർ അംഗീകരിച്ചതായും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കോഴിക്കോട് പറഞ്ഞു. അതേസമയം മത്സ്യത്തൊഴിലാളികൾ ട്രോളിംഗ് കാലത്തെ അർഹതപ്പെട്ട സൗജന്യ റേഷൻ ലഭിക്കാത്തത് പരിശോധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മുഖേന നൽകിവരുന്ന ആനുകൂല്യങ്ങളാണ് ഇരട്ടിയാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സർക്കാർ അംഗീകരിച്ചതായി കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ പെൺമക്കളുടെ വിവാഹ ധനസഹായ തുക 25,000 രൂപയായും മത്സ്യബന്ധനത്തിനിടെ മരിക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന തുക 1,00,000 രൂപയായും വർദ്ധിപ്പിച്ചു. സംസ്ഥാന ദേശീയതല മത്സരങ്ങളിലെ വിജയികൾക്ക് തുടർ പരിശീലനം നേടുന്നതിന് ഒരാൾക്കു നൽകുന്ന തുക 50,000 രൂപയുമാക്കി. കൂടാതെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ദേശീയതലത്തിൽ മത്സരിക്കാൻ യാത്രാ ചിലവിനത്തിൽ 50,000 രൂപയും അന്തർദേശീയ തലത്തിൽ 1,00,000 രൂപയും നൽകും. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് 25,000 രൂപ വരെ ചികിത്സാ ധനസഹായവും ലഭ്യമാക്കും. മത്സ്യത്തൊഴിലാളികളെ പരമാവധി സഹായിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കോഴിക്കോട് പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ക്ഷേമനിധി ബോർഡ് നടത്തുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് എതിരായിട്ടല്ല. നിർഭാഗ്യവശാൽ വീതം കൂട്ടിയത് കൊണ്ട് ചില തെറ്റായ പ്രചരണങ്ങൾ വന്നിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് കാലത്ത് അർഹതപ്പെട്ട സൗജന്യ റേഷൻ ലഭിക്കാത്തത് പരിശോധിക്കുമെന്നും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് മലയാളം, കോഴിക്കോട്.